അത്യുന്നതനായ ദൈവത്തിന് സ്തോത്രം. നാം തിരുവെഴുത്തിൽ വായിക്കും പോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ രാത്രിയിലും ദൈവത്തിന് മഹത്വവും നമുക്ക് ദൈവിക സമാധാനവും ഉണ്ടാകുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തുവേശുവിലുള്ള വന്ദനങ്ങളെയും ചൊല്ലുകയാണ്. ഈ മാസത്തിന്റെ അവസാനത്തെ ദിവസം, ഈ ആഴ്ചയുടെയും അവസാനത്തെ ദിവസം, ഈ പുതിയ വർഷത്തിൽ ഒരു മാസം നമ്മെ പിന്നിടുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തതയെ, ദൈവത്തിന്റെ മഹാകരുണയെ നാം ഓർത്ത് നിരന്തരം ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കഴിക്കുവാൻ പിന്നെയും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്ന സഭയിൽ പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ മാസം ഈ സമയം നമുക്കൊക്കെ എന്തൊരു ആവേശമായിരുന്നു. കഴിഞ്ഞ മാസമായി ഡിസംബർ 31 രാത്രി. ആ ആവേശം ഇപ്പോൾ ഒറ്റ മാസം പിന്നിട്ടപ്പോൾ നമുക്ക് കാണുന്നില്ല. സ്തോത്രം. നമ്മുടെ ആത്മീയതയും ആവേശവും ഒന്നും സീസണൽ ആകരുത്. സീസണൽ സ്പിരിച്വാലിറ്റി, സീസണൽ ക്രിസ്ത്യൻസ് ആയിട്ട് നാം തീരരുത്. സ്തോത്രം. അങ്ങനെ ആകാതിരിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പഠിച്ചു വരുന്ന ദൈവവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുപോകാം. എബ്രായർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ വായിക്കാം. എബ്രായർ, ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സസ് 1-4. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കെടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ പ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി വഴിയും? സ്തോത്രം. കർത്താവിന് സ്തോത്രം. നമ്മൾ ദിവസങ്ങളായിട്ട് മനസ്സിലാക്കി വരുന്ന, ചിന്തിച്ചു വരുന്ന ഈ വേദഭാഗം നമുക്കറിയാം. ഇത്ര വലിയ രക്ഷ ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവവചനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ടിരിക്കുന്നത് രക്ഷ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ബൈബിളിന്റെ കാർഡിനൽ തീം ഓഫ് ദ ബൈബിൾ ഈസ് redemption, and the cardinal person of the Bible is Christ. ബൈബിളിലെ ഏറ്റവും കാതലായ വിഷയം വീണ്ടെടുപ്പ് അല്ലെങ്കിൽ രക്ഷ. ഏറ്റവും കാതലായ വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. ഈ കാര്യം നമുക്ക് അറിയാമല്ലോ. സ്തോത്രം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ രക്ഷയെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്ര വലിയ രക്ഷ.
എന്തുകൊണ്ട് ഈ രക്ഷ ഇത്ര വലിയതായിരിക്കുന്നു? സ്തോത്രം. അതിലെ 10ാമത്തെ കാര്യമാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. അതായത് ഇത് പൂർണ്ണമായ രക്ഷയാണ്. ആ പൂർണ്ണ രക്ഷയ്ക്ക് 2 മാനങ്ങൾ ഉള്ളതായി നമ്മൾ കണ്ടു. ഒന്ന്, നമ്മുടെ ആത്മാവ്, ദേഹം എന്നിവയുടെ രക്ഷ ഇതിൽ സാധ്യമാണ്. രണ്ടാമത്തേതിന് 4 തലങ്ങൾ നമ്മൾ കണ്ടു. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും, ശിക്ഷാവിധിയിൽ നിന്നും. 2, പാപത്തിന്റെ കുറ്റം അഥവാ കുറ്റബോധത്തിൽ നിന്നും, ഗിൽറ്റി കോൺഷ്യൻസ്. 3, പാപത്തിന്റെ സ്വാധീന ശക്തിയിൽ നിന്നും. 4, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നു തന്നെയും നമുക്ക് ലഭിക്കുന്ന വിടുതലാണ് ഈ രക്ഷ. ഈ രക്ഷയിൽ ഈ ഘടകങ്ങളെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. ഈ രക്ഷയിൽ ഈ ഘടകങ്ങളെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഇങ്ങനെ ബഹുമുഖിയായ രക്ഷയാണിത്. സർവോന്മുഖിയായ രക്ഷയെന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. സ്തോത്രം. വേറെ എങ്ങും, വേറെ ആരിലൂടെയും ഇങ്ങനെ ഒരു രക്ഷ നമുക്ക് സാധ്യമല്ല, അല്ലെങ്കിൽ മാനവ സമൂഹത്തിന് സാധ്യമല്ല. സ്തോത്രം. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഈ മുഴുവനായ രക്ഷ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. സ്തോത്രം. ലഭിക്കുന്നുള്ളൂ എന്നതാണ് വാസ്തവം. ഇനി 11ാമത്തെ ഒരു കാര്യം, അത് ഈ 10ാമത്തേതിനോട് ചേർത്ത് പറയാമെങ്കിലും ഒത്തിരി അങ്ങ് വിശാലമായി പോകും അത് എന്നതുകൊണ്ട് 11ാമത്തേതായിട്ട് നമുക്ക് ചിന്തിക്കാം. ഈ രക്ഷയിൽ, ഈ രക്ഷ, ക്രൈസ്തവ രക്ഷ, വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന രക്ഷ, ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന രക്ഷ, സ്തോത്രം, ഇത്ര വലിയതാകുവാൻ ഉള്ള കാരണം 11ാമത്തേത്, എല്ലാവരെയും രക്ഷിക്കുവാൻ പര്യാപ്തമായ രക്ഷയാണിത്. നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പര്യാപ്തമെന്ന് 10ാമതായിട്ട് കണ്ടു. 11ാമത്തേത് നാം കാണുന്നത് എല്ലാവരെയും രക്ഷിക്കുവാൻ പര്യാപ്തമായ രക്ഷയാണിത്. സ്തോത്രം. എന്ന് വെച്ചാൽ അതിന്റെ സാധ്യത കുറഞ്ഞു പോകുന്നില്ല. സ്തോത്രം. സാധ്യത കുറഞ്ഞു പോകുന്നില്ല. പ്രൈസ് ഗോഡ്. എല്ലാവരെയും രക്ഷിപ്പാൻ എന്ന് വെച്ചാൽ ഇതുവരെ എത്ര കോടിക്കണക്കിന് ആൾക്കാർ ജനിച്ചിട്ടുണ്ടോ, ഇപ്പോൾ എത്ര കോടികൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ, ഇനിയും എത്രയും കോടികൾ ജനിക്കുവാനിരിക്കുന്നുവോ, ഇവരെ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, എല്ലാവർക്കും നൽകുവാൻ പര്യാപ്തമായ രക്ഷയാണ് ഈ രക്ഷ. സ്തോത്രം. This Christian salvation is so great because this salvation can save all the people, whether born in the past, living in the present, or will be born in the future. The sphere or the volume of this salvation, ഈ രക്ഷയുടെ ആ ഒരു മണ്ഡലം എല്ലാവർക്കും പര്യാപ്തമായ രക്ഷയാണിത്. എല്ലാവർക്കും എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 പ്രധാന ഘടകങ്ങളുണ്ട്. 2 പ്രധാന ഘടകങ്ങൾ. ഒന്ന്, ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ സകല മനുഷ്യരെയും, in number, any number of sinners can be saved. Any number of sinners, any number of human beings can be
redeemed under this salvation. ഈ രക്ഷയ്ക്ക് അല്ലെങ്കിൽ ഈ രക്ഷയിൽ എത്രയും അധികം ആൾക്കാരെ, എത്രയും അധികം വ്യക്തികളെ രക്ഷിക്കുവാൻ സാധിക്കുന്ന രക്ഷയാണിത്. എത്രയും അധികം പേരെ, ആരെയും തള്ളേണ്ടി വരില്ല. സ്തോത്രം. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനുള്ള സ്ഥലം ഈ രക്ഷയ്ക്കകത്തുണ്ട് എന്നതാണ് അതിന്റെ ഒന്നാം ഘടകം. രണ്ടാമത്തെ ഘടകം അതിനകത്തുള്ളത്, 11ാമത്തേതിന്റെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്, എത്രയും നിസ്സാരനായ പാപിയെയും എത്രയും ഘോരനായ പാപിയെയും രക്ഷിക്കുവാൻ ഈ രക്ഷയ്ക്ക് സാധിക്കും. സ്തോത്രം. നമ്മൾ ചില രോഗങ്ങളുമായി ചില ആശുപത്രികളിൽ ചെന്നാൽ, അല്ലെങ്കിൽ ചില അപകടം സംഭവിച്ചവരുമായി ചില സ്ഥലത്ത് ചെന്നാൽ അവരൊരു ഫസ്റ്റ് എയ്ഡ് തന്നെങ്ങാനും അവിടെ നിന്ന് പറഞ്ഞു വിടും. അല്ലെങ്കിൽ ചിലർ പറയും ഇവിടെ പറ്റത്തില്ല, ഇന്നിടത്ത് കൊണ്ടുപോകണം. കൈവഴിയും. എല്ലാ രോഗികളെയും എല്ലാ ആശുപത്രികളിലും ചികിത്സിക്കാറില്ല. സ്തോത്രം. ചിലയിടത്താണെങ്കിൽ ചെന്നാൽ കാശില്ലാത്തവരാണ്, കുറച്ച് സമൂഹത്തിൽ താണവരാണ് എന്നൊക്കെ കണ്ടാൽ അവർ പറയും നിങ്ങളെ മറ്റെവിടെയെങ്കിലും പോകും. കാരണം അവിടെ ബില്ലൊക്കെ ഒത്തിരി കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു ഉയർന്ന നിലവാരത്തിലുള്ളവർക്കൊക്കെ ഉള്ള ആശുപത്രിയാണത്, അതുകൊണ്ട് ഇവിടെ പറ്റത്തില്ലെന്നും പറഞ്ഞു. മറ്റു ചിലയിടത്താണെങ്കിൽ നേരെ തിരിച്ച, അവർക്ക് അതിനുള്ള പ്രാപ്തിയില്ലെന്നും പറഞ്ഞു. എന്നാൽ ക്രൈസ്തവ രക്ഷ എന്ന് പറഞ്ഞാൽ അതിൽ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ ഏത് മര്യാദ പാപിക്കും രക്ഷ കൊടുക്കുവാൻ പര്യാപ്തമാണ്. അതുപോലെ എത്രയും കൊടും പാപിക്കും രക്ഷ നൽകുവാൻ ഈ ക്രൈസ്തവ രക്ഷ പര്യാപ്തമാണ്. സ്തോത്രം. The efficiency of this salvation makes it so great. The efficiency of the Christian salvation makes Christian salvation so great. It is efficient to save any number of people, any sinner, whether a person is a simple sinner or a very severe, critical, very dangerous or very utmost sinner. ഈ രക്ഷയുടെ പര്യാപ്തതയാണ് ഈ രക്ഷയെ ഇത്ര വലുതാക്കുന്നത്. സ്തോത്രം. എന്ന് വെച്ചാൽ നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനും ഉലകത്തിലില്ല. താൻ എത്രയും നീതിമാനാണെന്ന് ധരിക്കുന്ന, താൻ എത്രയും വിശുദ്ധനാണെന്ന് ധരിക്കുന്ന സാധാരണപ്പെട്ട പാപി തുടങ്ങി ഞാൻ ഏറ്റവും അധമതയിൽ കിടക്കുന്ന പാപികളിൽ ഒന്നാമനെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന പാപി വരെയുള്ള ഏതൊരു പാപിക്കും രക്ഷ നൽകുവാൻ പര്യാപ്തമാണ് ഈ രക്ഷ. സ്തോത്രം. തന്റെ അടുക്കൽ വരുന്ന ആരെയും തള്ളാത്ത ഒരു രക്ഷകൻ. സ്തോത്രം. എല്ലാവർക്കും ഒരേപോലെ രക്ഷ നൽകുവാൻ പ്രാപ്തനായ ഒരു രക്ഷകനാണ് നമുക്കുള്ളത്. സ്തോത്രം. ഇങ്ങനെ ഒരു രക്ഷ നമ്മുടെ ബൈബിൾ വെളിപ്പെടുത്തുന്ന രക്ഷയല്ലാതെ വേറെ ഒന്ന് ഇല്ല. സ്തോത്രം. എല്ലാവരെയും രക്ഷിക്കുവാൻ പര്യാപ്തമായ രക്ഷയാണ്. സ്തോത്രം. പ്രൈസ് ഗാഡ്.
യെസ്, സിന്നർ ഈസ് എ സിന്നർ. യെസ് മോള, യു ആർ റൈറ്റ്. പാപി പാപിയാണ്. ദൈവത്തിന്റെ തിരുമുമ്പിൽ പാപി പാപി, സകല മനുഷ്യരും പാപികൾ. റോമർ 3-ാം അധ്യായം 10 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. സിന്നർ ഈസ് എ സിന്നർ. ഹ്യൂമൻ ബീയിങ് ഈസ് എ സിന്നർ. ഹ്യൂമൻ ബീയിങ്സ് ആർ സിന്നേഴ്സ് ഈക്വലി. സകല മനുഷ്യരും പാപം ചെയ്തിരിക്കുന്നു. റോമൻസ് 3:10-23, 10 തൊട്ട് 23 വരെ പറയുന്നു. 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. നീതിമാൻ 9-ാം വാക്യം വായിച്ചു ആദ്യം. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. നമുക്ക് വിശേഷതയുണ്ടോ? നമുക്കെന്ന് പൗലോസ് പറയുന്നത് യഹൂദന്മാരെ കുറിച്ചാണ്. എന്നിട്ട് പൗലോസ് പറയുന്നു യഹൂദന്മാരും യഹൂദന്മാരല്ലാത്തവരും രണ്ടു കൂട്ടരും ഒരുപോലെ പാപത്തിന് കീഴെയായിരിക്കുന്നു. റോമാലേഖനം 1-ാമത്തെ അധ്യായം പറയുന്നത് സകല ജാതികളും പാപത്തിന് കീഴാകുന്നു. 2-ാം അധ്യായം പറയുന്നു യഹൂദ ലോകം മുഴുവനും പാപത്തിന് കീഴാകുന്നു. ഇത് രണ്ടും കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് 3:9 പറഞ്ഞിരിക്കുന്നു എല്ലാവരും, ഈ രണ്ടു കൂട്ടരും യഹൂദനും യവനനും ഒരുപോലെ പാപത്തിന് കീഴ്. ഇനി 10-ാമത്തെ വാക്യം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവൻ വായിച്ചു. ഗ്രഹിക്കുന്നവൻ ഇല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവർ ആയി തീർന്നു. നന്മ ചെയ്യുന്നവൻ വീണ്ടും പറയുന്നത് കേട്ടോ. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. എല്ലാവരും എന്നും ഒരുപോലെ എന്നുമുള്ള പ്രയോഗം പൗലോസ് 9-ാം വാക്യത്തിലേത് ഇവിടെയും ആവർത്തിക്കുന്നു. അതിങ്ങനെ താഴോട്ട് വരിക. ഇനി 23 വായിച്ചു. 23. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. കണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്തു. അപ്പൊ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സകല മനുഷ്യരും ഒരുപോലെ തെറ്റിപ്പോയവരും ഉഴന്നുപോയവരും അകന്നുപോയവരും പാപികളും ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരുമാണ്. എല്ലാവരും. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പാപത്തിന്റെ കാറ്റഗറി ഇല്ല. നോ കാറ്റഗറൈസേഷൻ ഓഫ് സിൻ or sinner before God. All are equally gone astray from God. എല്ലാവരും ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഈ കാറ്റഗറൈസേഷൻ വരുന്നത് മനുഷ്യരുടെ ഇടയിലാണ്. നമ്മുടെ ചിന്താഗതിയിലാണ് ഈ പാപത്തിന്റെയും പാപികളുടെയും ധ്രുവീകരണം അല്ലെങ്കിൽ ഈ വിഭാഗീയത. ഉദാഹരണത്തിന് ലൂക്കോസ് 18-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ 2 പേരുടെ പ്രാർത്ഥനയുടെ ഉദാഹരണമുണ്ട്. ഏതാണ്ട് അതിന്റെ 9-ാമത്തെ വാക്യം മുതലാണ്. ഒരു പരീശനും ഒരു ചുങ്കക്കാരനും. A Pharisee and a tax collector, both are standing in God's presence and praying. There the Pharisee categorizes these 2 sinners and he claims, I am thanking you, O God, because I am not like this man. മനുഷ്യരുടെ ചിന്താഗതിയിലാണ് ഈ പാപത്തിനും പാപിക്കും വിഭജനം ഉണ്ടാകുന്നത്, വിഭജനം നടത്തുന്നത്.
ലൂക്കോസ് 18-ാമത്തെ അധ്യായത്തിലെ പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയിൽ യേശു കർത്താവ് പറഞ്ഞു, പരീശൻ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയോ മറ്റുള്ളവരെ പോലെയോ അല്ലായികയാൽ അങ്ങേക്ക് സ്തോത്രം. അയാളുടെ മനസ്സിൽ ഈ രണ്ടു കൂട്ടരും രണ്ട് തലത്തിലുമുള്ള പാപികളാണ്. ഇത് മനുഷ്യന്റെ ദൃഷ്ടിയിലാണ് വരുന്നത്. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആ വ്യത്യാസം ഇല്ല എന്ന് നമ്മൾ റോമർ 3 നിന്ന് കണ്ടു. അപ്പോൾ മാനുഷിക ഭാഷയിലാണ് ഞാൻ ഈ പറഞ്ഞത്, ഒരു സിമ്പിൾ സിന്നർ ആൻഡ് എ സിവിയർ സിന്നർ. സിമ്പിൾ സിന്നർ ഈസ് എ നോർമൽ മാൻ who is a family man, who simply lives his normal life, doesn't do any harm to anyone, maybe a charitable person, maybe a religious person, respecting all the religions, very godly. He thinks of himself as a very righteous person, a bhakta. എടുത്തു പറയത്തക്ക പാപങ്ങളൊന്നും ചെയ്യാത്ത, വളരെ മതഭക്തിയുള്ള, സാധുക്കളെ സഹായിക്കുന്ന, ഏതാണ്ട് എല്ലാ നിയമങ്ങളും പാലിക്കുന്ന ഒരു നല്ല പൗരൻ. നമ്മൾ പോലും ചിലപ്പോ പറയത്തില്ലേ, പെന്തക്കോസ്തുകാര് മാറിപ്പോം പാസ്റ്ററെ, അത്രയ്ക്കും നല്ല ജീവിതമാ ആ അദ്ദേഹത്തിൻ്റെത്, പെന്തക്കോസ്തുകാരൻ അല്ലെന്നേ ഉള്ളൂ. ചില ക്രിസ്ത്യാനികളെ കുറിച്ച് നമ്മൾ പറയും, സ്നാനപ്പെട്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പറയത്തില്ലേ, നമ്മളെക്കാൾ പെന്തക്കോസ്തുകാരേക്കാൾ നല്ല ജീവിത ശൈലിയുള്ള വ്യക്തികൾ, അവരും അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് തങ്ങൾ വിശുദ്ധന്മാരാണെന്നാണ്, നീതിമാന്മാരാണെന്നാണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇവിടെ വെറും പാവികളെന്ന് വിളിച്ചത്. തങ്ങളെ കുറിച്ച് തന്നെ തങ്ങൾ ചിന്തിക്കുന്നു, മറ്റുള്ളവരും തങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു, ഈ മനുഷ്യൻ നല്ല മനുഷ്യനാണ്. എന്നോട് നമ്മുടെ കൂട്ടത്തിൽ പോലും പലരും ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ, ഇന്നതുപോലെയൊക്കെ നമ്മളെക്കാൾ നന്നായിട്ട് ജീവിക്കുന്ന ഈ പുള്ളി മരിച്ച സ്വർഗത്തിൽ പോകത്തില്ലേ? അയ്യോ, അയാൾ പെന്തക്കോസ്തുകാരനല്ലെന്നല്ലേ ഉള്ളൂ, പക്ഷെ കണ്ടോ നമ്മൾ മാറിപ്പോല്ലോ. അങ്ങനെയുള്ളവരും പക്ഷെ ദൈവദൃഷ്ടിയിൽ ആര് തന്നെയാണ്? പാപി തന്നെയാണ്. സ്തോത്രം. എന്നാൽ വേറെ ചിലർ മ്ലേച്ഛമായ ജീവിതം നയിക്കുന്നവർ, വെറും നാറുന്ന ജീവിതത്തിന്റെ ഉടമകൾ, വളരെ എന്താണ് പറയുന്നത്, അസാൻമാർഗികമായ ഇമ്മോറൽ ലൈഫ്, അസാൻമാർഗികമായ ജീവിതം നയിക്കുന്നവർ, അനീതിയിൽ അണത്തിക്കലായിട്ട് ജീവിക്കുന്നവർ, ഇനിക്വിറ്റിയിൽ അധർമ്മത്തിൽ ജീവിക്കുന്നവർ, ഭയങ്കര പാപം ചെയ്ത് ജീവിക്കുന്നവർ, 50 കേസ് 3 പോലീസ് സ്റ്റേഷനുകളായിട്ടുള്ളവർ, ഡ്രഗ്സിനടിമ, ലൈംഗിക പാപങ്ങൾക്കടിമ, ലഹരി വസ്തുക്കൾക്ക്, മദ്യപാനത്തിന്, പിടിച്ചുപറിക്ക്, കൊലപാതകത്തിന്, ഇങ്ങനെയൊക്കെയുള്ള പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ കൊടും പാപികളായിട്ടാകാം. കൊടും പാപി. ആവർത്തിക്കുന്നു, ഇത് മനുഷ്യന്റെ വിഭജനമാണ്, ദൈവത്തിൻ്റെതാണ്. അപ്പൊ ഈ 2 കൂട്ടർക്കും ഒരുപോലെ രക്ഷിക്കപ്പെടുവാൻ കഴിയുന്ന, ഈ 2 കൂട്ടരെയും ഒരുപോലെ സ്വീകരിക്കുവാൻ കഴിയുന്ന രക്ഷയാണ് ഈ ക്രിസ്തീയ രക്ഷ. സംശയം മാറിയ? ഓക്കെ മോളെ.
സ്തോത്രം. ഈ രണ്ട് കൂട്ടരെ, അതുകൊണ്ടാണ് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളത്, യേശുക്രിസ്തുവിനെ കൂടാതെ രക്ഷിക്കപ്പെടുവാൻ കഴിയുന്ന ഒരു നീതിമാനും ലോകത്തിലില്ല. രണ്ട്, യേശുക്രിസ്തുവിന് രക്ഷിപ്പാൻ കഴിയാത്ത ഒരു കൊടും പാപിയും ലോകത്തിലില്ല. ഇത് രണ്ടും നമ്മളിവിടെ മനസ്സിലാക്കുക. യേശുവിനെ കൂടാതെ രക്ഷിക്കപ്പെടാൻ സാധിക്കുന്ന ഒരു നീതിമാനും ഉലകത്തിലില്ല. സ്തോത്രം. യേശുവിനെ രക്ഷിക്കുവാൻ കഴിയാത്ത തരത്തിലെ പാപികളും ലോകത്തിലില്ല. സ്തോത്രം. രണ്ടും കർത്താവിന്റെ മുമ്പിൽ ഒരുപോലെയുള്ളൂ. സ്തോത്രം. ഈ രണ്ട് കൂട്ടരെയും ഒരുപോലെ രക്ഷിപ്പാൻ കഴിയുന്ന, ഈ രണ്ട് കൂട്ടരെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന, അതിന് പര്യാപ്തമായ രക്ഷയാണ് ക്രിസ്തീയ രക്ഷ. Christian salvation is sufficient. It is enough for the salvation of any sinner. Any sinner and every sinner. ഏതൊരു പാപിയെയും സകല പാപികളെയും ഒരുപോലെ രക്ഷിക്കുവാൻ പര്യാപ്തമായ രക്ഷ. പര്യാപ്തമായ രക്ഷ. ഇങ്ങനെ ഒരു രക്ഷ വേറെ ഇല്ല. സ്തോത്രം. വേറെ ഇല്ല. എന്ന് വെച്ചാൽ ഒരു പാപിയെയും നശിപ്പിക്കാതെ തൻ്റെ അടുക്കലേക്ക് പാപങ്ങളെ സമ്മതിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് അടുത്തു വരുന്ന ഏതൊരു പാപിയെയും തള്ളാതെ കൊള്ളുന്ന ഒരു രക്ഷ. സ്തോത്രം. തള്ളാതെ കൊള്ളുന്ന ഒരു രക്ഷ. ചിലരെ കൊന്നൊടുക്കുന്ന, ചിലരെ കൈവെടിയുന്ന, ചിലരെ വിട്ടുകളയുന്ന ഒന്നല്ല. അനുതാപത്തോടെ, പാപബോധത്തോടെ, സ്തോത്രം, ദൈവസ്നേഹത്തിന്റെ ആഴമായ ഒരു ഉൾക്കാഴ്ചയോടെ, സ്വന്തം പാപത്തിന്റെ തീവ്രതയെ കണ്ടുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനെയും തള്ളിക്കളയാതെ, എത്ര പേരുണ്ടെങ്കിലും ഒരുത്തനെയും തള്ളിക്കളയാതെ എല്ലാവരെയും സ്നേഹത്തോടെ ഉൾക്കൊള്ളുന്ന, രക്ഷിക്കുന്ന രക്ഷ. ഹല്ലേലൂയ. അങ്ങനെയല്ലായിരുന്നെങ്കിൽ നമ്മിൽ ചിലർക്ക് ഈ രക്ഷയുടെ കുടക്കീഴിൽ കടന്നു വരുവാൻ കഴിയുകയില്ലായിരുന്നു. സ്തോത്രം. ഇത്രയും മനസ്സിലായോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? പാസ്റ്ററെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കേൾക്കാമോ? കേൾക്കാം. ചോദിച്ചേട്ടെ. നമ്മളെ ഈ പൂർണ്ണമായ രക്ഷ എന്ന് പറയുന്നില്ലേ, പൂർണ്ണമായ രക്ഷ, അതില് ഈ നമ്മുടെ ദേഹി അല്ലെങ്കിൽ ശരീരത്തിന്റെ ശുദ്ധീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു റിസൾട്ട് എന്താ? നിത്യതയിൽ അല്ലെങ്കിൽ ഭാവിയില് നമുക്കൊരു മനസ്സിലായോ ക്വസ്റ്റ്യൻ? ദേഹിയുടെയും ദേഹത്തിന്റെയും ശുദ്ധീകരണത്തിലൂടെ നമുക്ക് ആത്മാവിന്റെ രക്ഷ നമുക്കറിയാം. അതിലൂടെ ഒരു സംശയം കേട്ടോ, എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. അതിലൂടെ നമുക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അത്. അതെ, മനുഷ്യൻ ഈ 3 ഘടകങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ്. മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്, മനുഷ്യന്റെ ആളത്വം, വ്യക്തിത്വം എന്ന് പറയുന്നതിൽ ഈ 3 ഘടകങ്ങളുമുണ്ട്. ഇത് 3ഉം കൂടെ ചേരുമ്പോൾ മാത്രമേ
ഒരു വ്യക്തി ഒരു പൂർണ്ണ വ്യക്തിയാകുന്നുള്ളൂ. എന്നാൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ ആത്മാവിന്റെ രക്ഷ മാത്രമാണ്. റോമർ 8:23 വാക്യത്തിൽ പൗലോസ് പറയുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നു. നമ്മുടെ വ്യക്തിത്വത്തിന്റെ 3 ഘടകങ്ങളിൽ ആത്മീയ ഘടകമായ ആത്മാവിന് മാത്രമേ ഇപ്പോൾ രക്ഷ ലഭിച്ചിട്ടുള്ളൂ. നമ്മുടെ ശരീരം ഇപ്പോഴും പാപം വസിക്കുന്നതും മർത്യമായതും ദ്രവത്വമുള്ളതും താഴ്ചയുള്ളതും മണ്ണുകൊണ്ടുള്ളതും ക്ഷയമയമായതും ബലഹീനമായതും മൺമയനായ ആദാമിൻ്റേതുപോലെ ഉള്ളതുമാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം 1 കൊരിന്ത്യർ 15 42 മുതൽക്കുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ശരീരത്തിന്റെ താഴ്ചയുടെ ഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഈ 7, 9, 10 വിധം താഴ്ചകളുള്ള, ഏകദേശം 10ഓളം താഴ്ചകളുള്ള, സാധാരണ നമ്മുടെ ഇടയിൽ 7 എന്നാണ് പറയപ്പെടാറ്, ഏതാണ്ട് ഒരു 10ഓളം കാര്യങ്ങൾ അവിടെ. ആ 7നോട് നമുക്കൊരു അമിത താല്പര്യം ഉള്ളത് കൊണ്ടാണ് എല്ലായിടത്തും നമ്മൾ 7 എന്ന് ഒപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഏകദേശം 10ഓളം താഴ്ചകളുള്ള ഒരു ശരീരമാണ് നമ്മുടെ. ഇത് നമ്മൾ രക്ഷിക്കപ്പെട്ട ഉടൻ തന്നെ ഈ താഴ്ചകളൊന്നും നമ്മുടെ ശരീരത്തിൽ നിന്നും മാറിയിട്ടില്ല. രോഗം മാറിയിട്ടില്ല, വിശപ്പ്, ഉറക്കം, ഈ ഭൗമ ശരീരത്തിന്റെ ഒരു സ്വഭാവവും മാറിയിട്ടില്ല. നമ്മൾ ഈ ശരീരത്തിലാണ് ഇപ്പോഴും വസിക്കുന്നത്. പക്ഷെ ഈ ശരീരത്തിന് എന്തു വേണം? വീണ്ടെടുപ്പ് വേണം. ആ വീണ്ടെടുപ്പിന്റെ ഏതാണ്ട് 10ഓളം പ്രത്യേകതകൾ ഇതേ 1 കൊരിന്ത്യർ 15 പറയുന്നു. പുനരുത്ഥാന ശരീരം, അമർത്യമായത്, അദ്രവത്വമുള്ളത്, തേജസ്സുള്ളത്, ബലം ഏറിയത് അല്ലെങ്കിൽ മഹത്വമുള്ളത്, വിൺമയമായത്, അക്ഷയമായത്, രൂപാന്തരപ്പെട്ടത്, സ്വർഗീയനോട് സമമായിട്ടുള്ളത് തുടങ്ങിയുള്ള 9-10 പ്രത്യേകതകൾ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ശരീരത്തെക്കുറിച്ചും അവിടെ പറയുന്നു. അപ്പോൾ ഈ 10ഓളം താഴ്ചയുള്ള ശരീരം മാറി രൂപാന്തരപ്പെട്ടിട്ട് 10ഓളം വിശേഷതയുള്ള ശരീരം ധരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ശരീരത്തിന്റെ രക്ഷ സംഭവിക്കുന്നുള്ളൂ. അത് സംഭവിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവിന്റെ മടങ്ങിവരവിൽ മാത്രമായിരിക്കും. അതിനു മുമ്പ് അത് സംഭവിക്കുന്നില്ല. അതിനു മുമ്പ് നമുക്ക് വേണേ മരിക്കാം. നമുക്ക് മരിക്കാന്ന് പറഞ്ഞാൽ ആത്മഹത്യയെ കുറിച്ചല്ല, ചിന്തിക്കരുത് അങ്ങനെ. നമ്മൾ മരിക്കാം. മരിച്ചാൽ ഉടൻ തന്നെ നമ്മുടെ ആത്മാവും ദേഹിയും കൂടെ ശരീരത്തെ വിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുന്നു. പക്ഷെ ശരീരം ഇവിടെ മണ്ണിൽ ലയിച്ചു ചേരുന്നു. ഈ മരിച്ച ശരീരത്തിനും കൂടെ ഒരു ഉയർപ്പ് ലഭിക്കുന്നത് വരെ, അതും തേജസ്സിലുള്ള ഉയർപ്പ് ലഭിക്കുന്നത് വരെ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധ്യമാകുന്നില്ല. ശരീരത്തിന്റെ രക്ഷ നടക്കുന്നില്ല. ആ നിലയിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ടെങ്കിലേ ശരീരത്തിന്റെ രക്ഷ സംഭവിക്കുന്നുള്ളൂ. അത് ക്രിസ്തുവിന്റെ വരവിങ്കൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ദേഹി നാം സുബോധത്തോടെ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം
നമ്മുടെ ദേഹിയിലാണ് ഏറ്റവും കൂടുതൽ പാപം ചെയ്യാനുള്ള പ്രതിപത്തിയും പരീക്ഷകളും ഉണ്ടാവുക. നമ്മുടെ ദേഹിയിലാണ്. കാരണം ദേഹിക്കാണ് വീഴ്ച ഭവിച്ചത്. ദിസ് ഈസ് ഫോളൻ നേച്ചർ. ഈ ദേഹി എന്ന് പറയുന്നതിന് വീഴ്ച ഭവിച്ചതാണ്, താഴ്ച ഭവിച്ചതാണ്. ഈ ദേഹി ഇസ് മോർ ലയബിൾ ടു ദ ഡെവിൾ ആൻഡ് ഡെവിലിഷ് തിങ്സ്. ഈ ദേഹിക്ക് പാപത്തോടും പ്രാപഞ്ചികതകളോടും സാത്താന്യതയോടുമാണ് കൂടുതൽ സ്വാഭാവികമായ പ്രതിപത്തി. അതുകൊണ്ടാണ് പൗലോസ് എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ പറയുന്നത്, നമ്മൾ പണ്ട് ജീവിച്ചത് ജഡത്തിനും മനോവികാരങ്ങൾക്കും അനുസൃതമായുള്ളത് ചെയ്തുകൊണ്ട് ജീവിച്ചു. ഈ ദേഹിയിലാണ് ഏറ്റവും അധികം സംഘർഷം നമുക്കുണ്ടാകുന്നത്. വളരെ ചുരുക്കം സമയത്തെ ആ പാപത്തിന്റെ പ്രകമ്പനങ്ങൾ നമ്മുടെ ദേഹിയിലേക്ക്, നമ്മുടെ ദേഹത്തിലേക്ക്, ശരീരത്തിലേക്ക് വരുന്നുള്ളൂ. എന്നാൽ സാധാരണയായി ഈ ദേഹിയാണ് കൂടുതൽ പാപത്തിനും പിശാചിനും വശംവദനാകുന്നത്. അതിന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും പാപത്തിന്റെ മേൽ ജയം പ്രാപിച്ച് മുൻപോട്ട് പോകണം. അങ്ങനെ പാപത്തോടുള്ള ഇൻക്ലിനേഷൻ, പാപത്തോടുള്ള ആ പ്രതിപത്തി നമ്മുടെ ദേഹിക്ക് ഇല്ലാതെയാകുമ്പോൾ മാത്രമേ, ആ ദേഹിയുടെ വീഴ്ച വന്ന അവസ്ഥയിൽ നിന്ന് വിമോചിതമാകുമ്പോൾ മാത്രമേ നമ്മുടെ ദേഹിയുടെ വീണ്ടെടുപ്പ് അഥവാ രക്ഷ നടക്കുന്നുള്ളൂ. അത് സംഭവിക്കുന്നത് നമ്മുടെ മരണത്തോടെയാണ്, നമ്മുടെ ശാരീരിക മരണത്തോടെ. അപ്പൊ 3 ഘട്ടങ്ങൾ കണ്ടോ. നാം ജീവിച്ചിരിക്കെ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിക്കുന്നു. എന്നാൽ നമ്മൾ മരിക്കുമ്പോൾ ഈ ശരീരത്തിൽ നിന്നും വേർപെടുന്ന ദേഹി അതിന്റെ വീഴ്ച വന്ന അവസ്ഥയിൽ നിന്നും വിമോചനം പ്രാപിക്കുന്നു. പിന്നീട് പാപത്തിന്റെ ശക്തി അതിനെ സ്വാധീനിക്കുന്നില്ല. 3ാമത്, മരണം കൊണ്ടും സാധ്യമല്ലാത്ത ക്രിസ്തുവിന്റെ വരവിങ്കൽ സഭയുടെ എടുക്കപ്പെടിയിൽ, ഉൽപ്രാപണത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. അതും കൂടെ നടക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണയാളത്വം രക്ഷിക്കപ്പെട്ടു, പൂർണ്ണമായും ഹോളിസ്റ്റിക്കലി പൂർണ്ണമായും ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്ന് പറയാനാവും. അപ്പോൾ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അതിന്റെ തേജസ്കരണമാണ്. ശരീരത്തിന്റെ തേജസ്കരണം ഫിലിപ്പിയർ 3:20-21 കാണുന്നത് പോലെ നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാത്രം. ദേഹിക്ക് പാപത്തോടുള്ള പ്രതിപത്തിയിൽ നിന്നും പാപത്തിന്റെ ആകർഷണ വലയത്തിൽ നിന്നും വിമോചനം വേണം. അത് നമ്മുടെ മരണത്തോടുകൂടെയേ സംഭവിക്കൂ. മരണം വരെ ഈ ദേഹിക്ക് മണ്ണിനോട് ഒരു വലിയ ആകർഷണീയത ഉണ്ടാകും. ഈ 3 അവസ്ഥകളും കൂടെ ഒരുമിച്ച് സംഭവിക്കുന്നത് എപ്പോൾ മാത്രമാണ്? 1 തെസ്സലോനിക്കർ 5:23 നമ്മൾ ഇന്നലെ വായിച്ച കാര്യമാണ്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. എപ്പോൾ? നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയിൽ. അന്ന് മാത്രമേ ഹോളിസ്റ്റിക്കായി പൂർണ്ണമായുമുള്ള രക്ഷ
നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നുള്ളൂ. അതാണ് ആ പറഞ്ഞത്. ഇതായിരുന്നു ചോദിച്ചത് ചോദ്യം? ഇതായിരുന്നു അർത്ഥമാക്കിയത്? എനിക്കിത് ഇപ്പൊ മനസ്സിലായി. എനിക്കത് എപ്പോഴും മനസ്സിലാവും. പക്ഷെ എനിക്ക് വേറൊരു വിഷയം, നമ്മൾ ഈ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന സമയത്തെ ഈ ശരീരത്തിന്റെ പാപങ്ങളുണ്ടല്ലോ, ശരീരം ചെയ്യുന്ന പാപങ്ങള്, ആ പാപത്തിൽ മരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ പാപത്തിന് ശുദ്ധീകരണം വരാതെ മരിക്കുന്ന ആളുകൾ തേജസ്സിൽ വ്യത്യാസമുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചേ. നിത്യതയിലേ തീർച്ചയായിട്ടും ഉണ്ട്. സത്യത്തിൽ പാപം നമ്മുടെ ദേഹിയിലാണ്. ദേഹിക്കാണ് വീഴ്ച ഭവിച്ചത്. നമ്മുടെ ശരീരത്തിന് ദ്രവത്വം സംഭവിച്ചു. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ സംഭവിച്ചത്, ആത്മാവ് മരിച്ചു, ദേഹി വഷളായി, ദേഹം മർത്യമായി, ദ്രവത്വം പ്രാപിച്ചു. നമുക്ക് രക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവ് പുനർജീവിപ്പിക്കപ്പെടുന്നു. ദേഹിയിൽ സംഘർഷം ഉണ്ടാകുക. വഷളായ ദേഹി അതുവരെ സാത്താനോട് വിധേയത്വം പ്രഖ്യാപിച്ചിരുന്നത്, ഇപ്പോൾ ക്രിസ്തുവിനോട് വിധേയത്വം, അവിടെ ആ സംഘർഷം ഉണ്ടാകുന്നു. എന്നാൽ ആത്മാവിനാൽ നമുക്കതിനെ ജയിച്ച് മുൻപോട്ട് പോകാം. ഈ ദേഹിക്ക് ശരീരമില്ല. ദേഹിയുടെ ആഗ്രഹമെല്ലാം നിവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിലൂടെയാണ്. അങ്ങനെയാണ് നമ്മുടെ ദേഹിയിൽ വസിക്കുന്ന പാപം നമ്മുടെ ശരീരത്തിലൂടെ വെളിപ്പെടുന്നത്. അതിനെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഓരോ നാളും നമ്മൾ ജയിച്ചു വരുന്നത്. ഇതിന്റെ പേരാണ് വിശുദ്ധീകരണം. അത് ഒരു പ്രക്രിയ, ഒരു പ്രോസസ്, ആജീവനാന്തം നിലനിൽക്കുന്ന ഒരു പ്രക്രിയയാണ് തുടർമാനമായിട്ടുള്ള വിശുദ്ധീകരണം. ഒരു വിശുദ്ധനെ കർത്താവ് ആ നിലയിൽ ജഡത്തിലെ കഷ്ടങ്ങളിലൂടെ പോലും വിശുദ്ധീകരിച്ച് തിരുസന്നിധിയിലേക്ക് എടുക്കുന്നുള്ളൂ. അതിനാണ് പലപ്പോഴും ദൈവം നമ്മെ ബാലശിക്ഷ കഴിക്കുന്നത്. നമ്മൾ തിരുവത്താഴത്തിന്റെ സമയത്ത് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നിന്ന് പറയാറുണ്ട്, നമ്മളെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെടും കർത്താവിന്റെ വരവിൽ. എന്നാൽ ആ തേജസ്സിന് വ്യത്യാസമുണ്ട്. വീണ്ടും 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നു, പക്ഷികളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ, മനുഷ്യരുടെ മാംസം വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. എന്നിട്ട് വീണ്ടും പറയുന്നു, നക്ഷത്രവും തമ്മിലും തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. ഇതേ വ്യത്യാസങ്ങൾ സ്വർഗത്തിൽ നമ്മൾ എത്തുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലും ഉണ്ടാകും. സൂര്യന്റെ തേജസ്സും ചന്ദ്രന്റെ തേജസ്സും നക്ഷത്രങ്ങളുടെ തേജസ്സും പോലെ ദൈവത്തിന്റെ തേജസ്സും ദൂതന്മാരുടെ തേജസ്സും വിശുദ്ധന്മാരുടെ തേജസ്സിനും വ്യത്യാസം ഉണ്ടാവും. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ വിശുദ്ധന്മാരുടെ തേജസ്സിനും വിശുദ്ധനും തമ്മിലും തേജസ് കൊണ്ട് വ്യത്യാസം ഉണ്ടാവും. വിശുദ്ധന്മാരുടെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന്റെ തേജസ്സിന് ആധാരമായിരിക്കുന്നത് പ്രധാനമായും 2 ഘടകങ്ങൾ. ഒന്ന്, അവന്റെ വ്യക്തിപരമായ ജീവിത വിശുദ്ധി. ഒരാളിന്റെ ജീവിത വിശുദ്ധിക്ക് ആനുപാതികമായി അവന് ലഭിക്കുവാനിരിക്കുന്ന തേജസ്സിന് വ്യത്യാസം വരും. 2, നമ്മുടെ തേജസ്സിനെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്
ക്രിസ്തുവിനായി നാം സഹിക്കുന്ന കഷ്ടതകൾ. ഞാൻ കൂടുതൽ കഷ്ടം കർത്താവിന് വേണ്ടി സഹിച്ചു. ബാബുവെങ്കിൽ ഞാൻ സഹിച്ചത്രയും കഷ്ടം കർത്താവിന് വേണ്ടി സഹിച്ചില്ലെങ്കിൽ എന്റെ അത്രയും തേജസ് അദ്ദേഹത്തിന് കിട്ടത്തില്ല. എന്നേക്കാൾ കൂടുതൽ കഷ്ടം സുവിശേഷത്തിന് വേണ്ടി പാസ്റ്റർ സാജു സഹിച്ചെങ്കിൽ എന്നേക്കാൾ അധികം തേജസ് അദ്ദേഹത്തിന് കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധിക്കും ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾക്കും ആനുപാതികമായി നമ്മുടെ തേജസ്സിലും വ്യത്യാസം വരും. ഇതായിരുന്നു ഉദ്ദേശിച്ചത്. ഓക്കെ, സ്തോത്രം. പാസ്റ്റർ സാജുവിന് പറഞ്ഞ ക്ലാരിഫിക്കേഷനിൽ ഒരു ചെറിയ ഡൗട്ട്, ഏകദേശം ക്ലിയർ ആയി, എന്നിരുന്നാലും ഒന്നുകൂടെ റീകൺഫേം ചെയ്യാനാ. അതായത് രക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ദേഹിയുടെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല എന്ന അവസ്ഥയിലായിരിക്കില്ലേ? അപ്പോൾ ദേഹത്തിന്റെ വീണ്ടെടുപ്പോടുകൂടെ ദേഹിയുടെ വീണ്ടെടുപ്പും കൂടെ നടക്കുകയാണോ, അതോ ഇതിനിടയ്ക്ക് നടക്കുന്നു? എങ്ങനെ ഒന്നിച്ചല്ലേ നടക്കുന്നേ? അല്ല, അത് പറഞ്ഞല്ലോ, ആത്മാവിന്റെ വീണ്ടെടുപ്പ് നാം രക്ഷിക്കപ്പെടുന്ന സമയത്ത് പുനർജീവനത്തിലൂടെ സംഭവിക്കുമ്പോൾ, ദേഹിയുടെ വീണ്ടെടുപ്പ് ഒരു വിശുദ്ധന്റെ മരണത്തിലാണ് സംഭവിക്കുന്നത്. എന്നാൽ ദേഹത്തിന്റെ വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിലുമാണ് സംഭവിക്കുന്നത്. മൂന്ന് ഘട്ടങ്ങളിലാണ്. മനസ്സിലായോ? ക്ലിയർ ആയി. ഓക്കെ, സ്തോത്രം. എനിക്ക് കാര്യം കറക്റ്റ് ആട്ടോ. ഞാൻ ഉദ്ദേശിച്ച കുറെ കാലമായിട്ട് എൻ്റെ ഉള്ളിലുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ അത് ചോദിക്കാൻ നിർത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് അതിനെ ചോദിച്ചു തന്നുള്ളൂ. തീർച്ചയായിട്ടും ക്ലിയർ ആയല്ലോ. ക്ലിയർ ആയി. സ്തോത്രം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ ക്രൈസ്തവ രക്ഷ ഇത്ര വലിയ രക്ഷയാണ്. അതിനുള്ള 11ാമത്തെ കാരണമാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അതിന്റെ efficiency and sufficiency of this salvation to save any number of sinners and any sort of sinners. Okay, എത്ര പാപികളെയും രക്ഷിക്കുവാനും ഏതെല്ലാം വകുപ്പിൽപ്പെട്ട പാപികളെയും രക്ഷിക്കുവാനും ഈ ക്രിസ്തുവേശുവിലൂടെ ലഭിക്കുന്ന രക്ഷയ്ക്ക് പ്രാപ്തിയുള്ളത് കൊണ്ട്, എഫിഷ്യന്റും സഫിഷ്യന്റുമായതുകൊണ്ട് ഈ രക്ഷ ഇത്ര വലിയ രക്ഷയാണ്. സ്തോത്രം. അതുകൊണ്ടാണല്ലോ നമ്മിൽ പലരും കർത്താവിന്റെ സന്നിധിയിൽ ഇന്നായിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കാതെ, സ്തോത്രം, നമുക്ക് കർത്താവിനെ ഏറ്റുകൊള്ളുവാൻ കൃപ ലഭിച്ചല്ലോ. ഇതിൽ തന്നെ നിലനിൽക്കുവാനും നമ്മളിപ്പോൾ ചിന്തിച്ചതുപോലെ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാനും നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച്, സ്തോത്രം, ആശംസിച്ച്, ഇതുവരെ ആരെങ്കിലും ഈ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കർത്താവായും രക്ഷിതാവായും സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ക്രിസ്തുവിനായിട്ട് ജീവിതം സമർപ്പിക്കുക എന്ന ഉപദേശത്തോടുകൂടി വാക്കുകളെ ഇവിടെ നിർത്തുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം. അതുവരേക്കും മാറാനാഥ.